നമ്മുടെ റമളാൻ സംഗമങ്ങൾ, ഇഫ്താർ പരിപാടികൾ പലപ്പോഴും ഒരു പ്രദർശന പരതയായി മാറുകയാണ്. വലിയ വ്യത്യസ്തമായ വിഭവങ്ങളും ഒക്കെ പ്രദർശിപ്പിക്കുന്ന പാവപ്പെട്ടവർക്ക് സ്ഥാനമില്ലാത്ത പരിപാടികളായി അതൊക്കെ മാറുകയാണ്. പല സ്ഥലത്തും റിസോർട്ടുകളിൽ, ബീച്ചുകളിൽ, അതുപോലെ തന്നെ അങ്ങനെ പലതരത്തിലുള്ള ബോട്ടുകളിൽ ഒക്കെ പ്രത്യേകമായ പരിപാടികൾ വെച്ച് ആ ഇഫ്താർ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇഫ്താർ. അതായത് ഇഫ്താറും തുറന്നുള്ള നിസ്കാരമില്ല, അതിനെ തുറന്നാൽ പിന്നീട് അന്നത്തെ തറാവി എന്തായാലും ഇല്ല. ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഇടകലർന്ന് ഹറാമ് കൂട്ടിക്കലർത്തി അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത രീതിയിൽ ആഭാസമാക്കാൻ വേണ്ടി ഇഫ്താർ പാർട്ടിയെ പലരും ഇന്ന് ഉപയോഗപ്പെടുത്തുകയാണ്. കാണാൻ പറ്റുന്നവരും കാണാൻ പറ്റാത്ത ഇസ്ലാമിലുണ്ട്, വിശ്വാസികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. അതെല്ലാം പാലിച്ചുകൊണ്ട് അതോടുകൂടെ ഒരാളുടെയും നിസ്കാരം ആകാതെ ഹറാമായ ഒരു കാര്യം, മ്യൂസിക്കിന്റെ പാട്ടൊക്കെ ഇട്ടിട്ട് ആണ് പലരും ഈ DJ പാർട്ടി പോലെയൊക്കെ സംഘടിപ്പിക്കുന്നത് ഇഫ്താർ സംഗമങ്ങൾ. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? ഇഫ്താർ പാർട്ടി എന്നതിന് പറയണ്ട, ഞങ്ങൾ ആ സമയത്ത് ഭക്ഷണം കഴിച്ചിരുന്നു എന്ന് പറയാം. ഒരിക്കലും അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഇഫ്താർ പരിപാടി, നോമ്പ് തുറ അതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരാൾക്കും നിസ്കാരം ഖളാ തറാവീഹ് മുടങ്ങാത്ത, അതിനൊക്കെ സഹായകമാകുന്ന രീതിയിൽ പാവങ്ങളെ നന്നായി പങ്കെടുപ്പിക്കുന്ന പരിപാടികളായിരിക്കട്ടെ നമ്മുടെ എല്ലാ സംഗമങ്ങളും.